ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചൊരു സംഭവം കാണാം. അദ്ദേഹത്തിന് ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം യാത്രയിലാണ്. അപ്പോൾ ഒരു അറാബിയെ കണ്ടു. ആടിനെ മേയ്ച്ച് നടക്കുന്ന ഒരു അറാബിയെ. അപ്പോൾ ഇബ്നു ഉമറും കൂട്ടുകാരും യാത്രയിൽ കൂടെയുള്ള ആളുകളൊക്കെ അവിടെ ഇരുന്ന് മരുഭൂമിയിൽ അവരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ അവർ അവരുടെ സുഫ്രയൊക്കെ വിരിച്ച് വെച്ച് അതിൽ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ അറാബി ആടുകളെയും കൊണ്ട് അതിലൂടെ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ അറാബിയെ വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അറാബി പറഞ്ഞു ഇന്നി സ്വാഇം, എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരുമില്ലാത്ത ഒരു മലയിലാണ്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു തസൂമു ഫിഹാദൽ യൗമി അശ്ശദീദി ഹർറുഹു, ഇങ്ങനെ കടുത്ത ചൂടുള്ള ഈ ദിവസം നോമ്പ് നിൽക്കുകയാണോ, അതും ഈ ആടിനെയും കൊണ്ട് ഈ മലയിലൂടെ നടക്കുന്ന ഈ തിരക്കിനിടയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അറാബി പറഞ്ഞ ഒരു വാക്ക് ആണ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചിരിക്കുന്നത്. അറാബി പറഞ്ഞു ഇന്നി ഉബാദിറു അയ്യാമി അൽ ഖാലിയ. ഈ സൂറത്തിൽ പറഞ്ഞ ഈ ആയത്ത് ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ എന്ന് പറഞ്ഞല്ലോ, ആ ദിവസങ്ങൾ അത് സമ്പാദിക്കുന്ന തിരക്കിലാണ് ഞാൻ. ഈ പറഞ്ഞ അൽ അയ്യാമുൽ ഖാലിയ എന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ അത് തീർന്നു പോകുന്നതിന് മുമ്പ് അമൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്താഗതി, അല്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മുൻഗണനാക്രമങ്ങളൊക്കെ മാറും, അല്ലേ? നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കിട്ടിയ ഈ സമയമെന്ന് പറയുന്നത് അത് ഈ സ്വർഗത്തിന് വേണ്ട അമലുകൾ ചെയ്യാനാണ്, ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങാനാണ്. അതല്ലാതെ ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിസ്സാരമായ ദുനിയാവിലെ സുഖങ്ങൾക്ക് പിന്നാലെ പോയാൽ നമ്മുടെ എത്ര പേര് നഷ്ടക്കാരാണ്. അല്ല, ഉദാഹരണങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വരും. ഒരാളിപ്പം വലിയ കച്ചവടം ചെയ്യാനുള്ള അവസരം കിട്ടി, അല്ലെങ്കിൽ വലിയൊരു കോഴ്സ് പഠിക്കാനുള്ള അവസരം കിട്ടി, അത് ഒഴിവാക്കിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്ത് കളിച്ച് നടന്നാൽ, നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ കൊണ്ടുപോയാക്കി, അങ്ങനെ അവർ കോളേജിൽ പഠിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതിന് പകരം അവിടെ കളി തമാശയായിട്ട് നടന്ന് അവരെ പഠനത്തെ ബാധിക്കുന്ന വിധത്തിൽ കളിച്ചാൽ നമ്മളെന്താ പറയുക, അവൻ ചെയ്തത് ഹലാലായ കാര്യമാണ്, ഇതിൽ കളിക്കുക എന്നുള്ളത് ഹറാമൊന്നുമല്ല. കുട്ടികൾ അങ്ങനെ ചോദിക്കും, ഹറാമാണോ കളിക്കുക എന്നുള്ളത്? ഹറാമല്ല, പക്ഷേ അവന് കുറേ കാലം കൂടി കളിച്ച് ചിരിച്ച് സമാധാനത്തിൽ ജീവിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ വലിയ നഷ്ടമാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. നമ്മുടെ സമയം അത് ഈ കാര്യത്തിനാണ് ചിലവഴിക്കേണ്ടത്. നാളെ സ്വർഗ്ഗത്തിൽ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഈ പറഞ്ഞ ഈശത്തുൻ റാദിയ എന്ന് പറയുന്ന ജീവിതം അത് നേടാനാണ് നമ്മുടെ ഊർജവും സമയവും സമ്പത്തും നമ്മൾ ചിലവഴിക്കേണ്ടത്.